മോള് മരിച്ചതിന് ശേഷം ഞാൻ എന്താ രഹസ്യം അനുഭവിച്ച വേദന എന്താണെന്ന് നീ അറിയണ്ടേ? നിനക്ക് രക്ഷിക്കാൻ പറ്റാത്ത വിധം നിന്റെ മോൻ നിന്റെ മുന്നിൽ കിടന്ന് മരിക്കും. സ്വന്തം മക്കൾ നഷ്ടപ്പെടുന്നതിന്റെ വേദന എന്താണെന്ന് നീ അറിയും. ഇത്രയും ശിക്ഷ ഞാൻ അയാൾക്ക് കൊടുക്കണ്ടേ ജോണി സാറേ? നിന്റെ പക അത് നീ എന്നോട് തീർത്തോ. എന്റെ മോനെ വെച്ച് കളിക്കരുത് പ്ലീസ്. നിനക്കാണെങ്കിൽ ഞാൻ ഒരു അവസരം കൂടി തരാം. വിഷയായിട്ട് എന്റെ മോന്റെ അടുത്ത് നിന്ന് ഞാൻ ഇവിടെ എത്താൻ 15 മിനിറ്റ്. ഞാനിവിടെ എത്തിയിട്ട് ഇപ്പൊ 15 മിനിറ്റ്. എത്ര സമയം അവന് സർവൈവ് ചെയ്യാൻ പറ്റും? 1 മണിക്കൂർ, 2 മണിക്കൂർ? അതൊക്കെ പ്രയാസമായിരിക്കാനാണ്. നീ പറ്റുമെങ്കിൽ പോയി അവനെ രക്ഷിക്കാൻ നോക്ക്. ഞാൻ സമ്മതിക്കാൻ, ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ. ജൂൺ 15 ഫാദേഴ്സ് ഡേ. ആന്റണി, let me wish you happy Father's Day. Sam. മേരിയുടെ കൂടെ വന്ന ആരെങ്കിലും ഉണ്ടോ? ആൺകുഞ്ഞാണ്. സർ, ജോണി, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫിലിപ്പ് അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് അവനെ രക്ഷിക്കാനുള്ളൂ. അതിന് നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. അടുത്ത 1 മണിക്കൂർ ഞങ്ങൾ സാറിന്റെ കൂടെ നിൽക്കും. അത് സാറിന്റെ കണ്ണീര് കണ്ടതുകൊണ്ടല്ല, ഒരു ജീവൻ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നുള്ള വിശ്വാസം കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും സാറിന്റെ കൂടെ നിൽക്കണം. സാർ. ജോണി സാറേ, എത്രയും പെട്ടെന്ന് നമുക്ക് സാമിന്റെ ബോഡി ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. റോയ്, സോണി, ജീപ്പ് എടുത്ത് പുറകെ എത്തിക്കുക. സർ. റോയ്, സർ, പത്രക്കാരെ ശ്രദ്ധിക്കണം. മനസ്സിലായി സർ. ജീപ്പ് പുറത്തോട്ടെടുക്കുവാണേ പത്രക്കാരെ ഒന്ന് നോക്കുക. സാറേ, ഗേറ്റ് തുറന്നോ, അവരെ നോക്കിക്കേ. വണ്ടി ഇറക്കാം. ഒരു പരാതിക്കാരനെ ഒറ്റൊരുത്തിനകത്ത് നിർത്തരുത്. അവരിപ്പോ തന്നെ ന്യൂസ് ബ്രേക്ക് ചെയ്യാറുണ്ട്. എല്ലാ നാരുകളും പുറത്തപ്പുണ്ട്. ജോണി, ഒരു കാര്യം ചെയ്യും,
കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് കൂടുതൽ ഫോഴ്സിനെ അയക്കാൻ പറ. സർ, വിദ്യ, എനിക്ക് ആ സാമിന്റെ പ്രൊഫൈൽ വേണം, ഇപ്പൊ വേണം. സർ കുട്ടിക്കാനത്തുനിന്ന് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഒരു 2 മണിക്കൂറിന് അങ്ങ് എത്തും. താൻ അവിടെ തന്നെ ഉണ്ടാവണം. സാമിനോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. സർ, ആരാ സാറെ വിളിച്ച്? ഫിറോസ് സാറാ, ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്. സാർ അറിഞ്ഞായിരുന്നോ? ഇല്ല, അറിഞ്ഞിട്ടില്ല. ഫിറോസ് സാറിനോട് പറയാതിരുന്നാൽ. അടുത്തൊരു മണിക്കൂർ മുകളിലാരും അറിയാൻ നിൽക്കണ്ട. അറിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. സർ. ഹലോ ഹലോ സാർ, മോനെ. ഹലോ, ഞാൻ എവിടെയാന്ന് മനസ്സിലായോ? ഫിലിപ്പേ, ഫോണിലെ ചാർജ് ഇപ്പൊ തീരും. ഫിലിപ്പേ, നീ പേടിക്കല്ലേ. ഞാൻ ചോദിക്കുന്നതിന് ശ്രദ്ധിച്ച് മറുപടി പറയണം. നിന്റെ ഫോൺ എവിടെയാണ്? എനിക്കറിയില്ല, എന്റെ കയ്യിലില്ല ഇപ്പോ. ടാ, ശരിക്കും എന്താ ഉണ്ടായത്? ഹലോ ഹലോ ഫിലിപ്പേ. ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് വരുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ക്യാബിന് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഒരാൾ വന്നിട്ട് എൻ്റെ കാറ് നിർത്തി എന്നോട് വഴി ചോദിച്ചപ്പോൾ ഞാൻ വഴി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുടെ മുഖത്ത് ടവല് വെച്ചിട്ട് പൊത്ത്. അപ്പം എനിക്ക് അപ്പം തന്നെ ബോധം പോയി. ഞാൻ പിന്നെ കണ്ണു തുറന്നപ്പോൾ ആളിൻ്റെ കയ്യിലെന്തോ കുത്തി വെക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. കാണിക്കുമ്പോ ഞാനിവിടെയാ. അയാളുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? യെസ് യെസ്. ഇല്ല, ആളൊറ്റയ്ക്കായിരുന്നു ഞാൻ. ഫിലിപ്പേ, നീ എവിടെയാണെന്നുള്ളതിന് എന്തെങ്കിലും ഒരു സൂചന തരാൻ പറ്റുമോ? ഇല്ല, എനിക്ക് അറിയില്ല. എടാ, നിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് എന്തെങ്കിലും. ഹലോ 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 ഫിലിപ്പേ, കേൾക്കാമോ? ഹലോ ഹലോ, പറ. എടാ, നിന്റെ ലൊക്കേഷൻ ഫോണിലോ മറ്റോ? ഇതൊരു പഴയ മോഡൽ നോക്കിയ ഫോണാ. ഇതിലൊന്നും കിട്ടില്ല. ഇതിൽ വാട്സപ്പ് ഇല്ല. ഓക്കെ, നീ പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കെ. ഞാനിപ്പോ ഫോൺ കിട്ടിയാണ്. പ്ലീസ്, എനിക്ക് ഈ ഫോണിലാണെങ്കിൽ ഔട്ട് ഗോയിങ്ങും പോണില്ല. ഇതിലെ ചാർജ് കയറാ എനിക്ക്. മോനെ ഫിലിപ്പേ, നീ ഞാൻ പറയുന്ന കേക്ക്. ഞാൻ വിളിക്കും, ഉറപ്പായിട്ടും തിരിച്ചു വിളിക്കും. ഇപ്പൊ എനിക്ക് ഫോൺ കട്ട് ചെയ്തേ പറ്റൂ. ഞാൻ തിരിച്ചു വിളിക്കും ഫിലിപ്പേ. സർ, ഫിലിപ്പിന്റെ കറന്റ് ലൊക്കേഷൻ നമുക്ക് ഇതുവരെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സൂര്യ ശ്രമിക്കുന്നുണ്ട്. കിട്ടിയാൽ ഉടനെ അപ്ഡേറ്റ് ചെയ്യും. സർ, നമുക്ക് ഫോണിന്റെ സർവീസ് പ്രൊവൈഡർ വിളിച്ചിട്ട് ഫിലിപ്പിന്റെ ഔട്ട് ഗോയിങ് ശരിയാക്കിയാലോ? അവന് പെട്ടെന്ന് വിളിക്കേണ്ട ആവശ്യം വന്നാ. അത് ഞാൻ ചെയ്യിപ്പിക്കാം. സർ. വിദ്യ, ഈ സാമുവലിന്റെ ഭാര്യ തെരേസ എനിക്ക് ലൈനിൽ കിട്ടണം. ഇനി അവരെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ വിളിച്ച് അവരെ കണക്ട് ചെയ്യാൻ പറയണം. മനസ്സിലായി സർ. എൻ്റെ മോൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഇവിടെ എത്താൻ 15 മിനിറ്റ്. ഞാനിവിടെ എത്തിയിട്ട് ഇപ്പോൾ 15 മിനിറ്റ്. ജോണി, നമ്മുടെ ടീമിനോട് വരാൻ പറ. സർ. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ. ഇവിടെ എത്താൻ പ്രധാനമായിട്ടും 4 വഴികളാണുള്ളത്. ഈ വഴികളെ കണക്ട് ചെയ്ത് ചെറുതും വലുതുമായ 15ഓളം വഴികളുണ്ട്. ഫിലിപ്പുള്ള സ്ഥലത്ത് നിന്നും ഈ സ്റ്റേഷനിലേക്ക് എത്താൻ 15 മിനിറ്റ് എടുത്തു എന്നാണ് സാം പറഞ്ഞത്. അത് ശരിയാണെങ്കിൽ ഇവിടെ നിന്നൊരു ശരാശരി വേഗത്തിൽ ഈ 15 മിനിറ്റ് പുറകോട്ട് സഞ്ചരിച്ചാൽ നമ്മൾ എത്തുന്ന പോയിന്റ്, ആ ഒരു റേഡിയസ്, അതിനകത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് ഫിലിപ്പ് ഉണ്ടായിരിക്കും. സർ, ഈ വഴിയിലൂടെ പോവുകയാണെങ്കിൽ ഏകദേശം ഈ ഭാഗത്തായിട്ട് അടഞ്ഞെടുക്കുന്ന ഒരു ഗോഡൗൺ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവൻ ഉണ്ടാവുമെന്ന്. എനിക്കറിയില്ല ജോണി, ഇതെല്ലാം ഒരു അസംഷൻസ് മാത്രമാണ്. നിങ്ങൾ 4 പേര് ഞാൻ ഈ പറഞ്ഞ റേഡിയസിലെ ഓരോ വഴികളിലും പോയിട്ട് എവിടെയൊക്കെ CCTV ക്യാമറകളുണ്ടോ അതെല്ലാം ചെക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ 4 പേര് ഈ പറഞ്ഞ വഴികളിലൂടെ എല്ലാം പോയി സംശയം തോന്നുന്ന എല്ലായിടത്തും സെർച്ച് ചെയ്യണം. ഫിലിപ്പുള്ള സ്ഥലം അല്ലെങ്കിൽ സാം വന്ന വഴി, അതിലൊന്നും നമ്മൾ കണ്ടെത്തണം. സർ.